ഞങ്ങൾക്ക് ആർഭാട ജീവിതം ഒന്നും വേണ്ട. സാധാരണ ജീവിതം നയിച്ചു പോകാനുള്ള ഒരു തുക ഞങ്ങൾക്ക് വേണം. അത് ഞങ്ങളുടെ അവകാശമാണ്. അതിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. ഈ വെയിലും മഴ ഒന്നും നിങ്ങൾക്ക് ബാധകമല്ല. അതുപോലെ ഈ രോഗികളുടെ എണ്ണം എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിലും നിങ്ങൾക്ക് ചില സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ അത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും ഞങ്ങൾ വെയിൽ കൊണ്ടാലും ഞങ്ങൾ മഴ കൊണ്ടാലും ഞങ്ങൾ മഞ്ഞ് കൊണ്ടാലും എന്ത് ചെയ്തിരുന്നാലും അവർക്ക് കിട്ടേണ്ട ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അവർ ചോദിക്കുന്ന സമയത്തിന് കൊടുത്തേക്കണം. അങ്ങനെയാണ് ഞങ്ങളുടെ. എന്നും യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ 700 രൂപ കട്ട് ചെയ്യും. ഈ 10 മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ ചെയ്യാൻ പറ്റാതെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ പങ്കെടുക്കാൻ പറ്റാതെ വരുമ്പോൾ ആ മാസം കിട്ടുന്ന ഓണറേറിയത്തിൽ നിന്ന് 700 രൂപ കുറയ്ക്കും. ചിലപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന 5600 ആയിരിക്കും, ചിലപ്പോൾ 6300 ആയിരിക്കും. ഇങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ശോഭന. എത്ര വയസ്സായി? എനിക്ക് 58 വയസ്സായി. ഈ 62 വയസ്സിൽ വിരമിക്കണം എന്നുള്ളതാണല്ലോ ഇപ്പൊ പുതുതായി പറയുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞിരുന്ന ആരോഗ്യമുള്ള കാലത്തോളം പറ്റും ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. വീട്ടിലാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. ഭർത്താവ് സുഖമില്ലാത്തതാണ്. 94 വയസ്സുള്ള അച്ഛനുണ്ട്, മക്കളുണ്ട്. അങ്ങനെ ഇത്രയും കിട്ടുന്ന ഈ തുച്ഛമായ വേതനം കൊണ്ട് ഒരു തരത്തിലും ജീവിച്ചു പോകാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും പിടിച്ചു നിന്ന് പോവുകയാണ്. ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിൽ ഞങ്ങൾ വെക്കൊണ്ടിരിക്കുകയാണ്.